സോ ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. ട്രാവൽ വ്ളോഗായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇത് ബാംഗ്ലൂർ പാർട്ട് 4 വേണമെങ്കിൽ ആക്കാം കേട്ടോ. നമ്മൾ ഒരു സ്ഥലത്ത് പോവുകയാണ്. നമ്മൾ 3 സ്ഥലത്താണ് പോകുന്നത്. അതൊരു ട്വിസ്റ്റാണ് കേട്ടോ. പിന്നെ ബാംഗ്ലൂർ ഫൈനൽ ഡേ ആണ്. ഫൈനൽ ഡേയും ഫൈനൽ ട്രാവൽ വ്ളോഗും കൂടെയാണ് കേട്ടോ. ഞാൻ ഇവിടെ ഡിജയും കേട്ടോണ്ടാണ് വീട്ടിലിരിക്കുന്നത്. ഞാൻ കാറിൻ്റെ ബാക്കിലായതുകൊണ്ട് ആർക്കും എന്നെ കാണാൻ പറ്റില്ല. അപ്പം ഞാൻ ഡാൻസ് ഒക്കെ കളിച്ചിരിക്കുന്നത്. പിന്നെ ഭയങ്കര ബോറടിച്ച് കൊണ്ടാണ് ഞാൻ പിന്നെയും ഡാൻസ് കളിച്ചത്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആട്ടോ. അപ്പൊ എനിക്കാണ് ഇത് ഇഷ്ടപ്പെട്ടു. പിന്നെ വേറെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇത് ബാംഗ്ലൂരിലെ ഏറ്റവും വലിയ മാളാണ് കേട്ടോ. നമ്മൾ വൈകിട്ടായി വന്നപ്പം ഒരു 5-6 മണിയൊക്കെ. നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് പോകുമ്പോൾ 2 മണിക്കൂർ എടുക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. നല്ല വ്യൂസ് ഉണ്ടായിരുന്നു. ഇത് അമ്മയാണ് എടുത്തത്. അമ്മ കാറിൻ്റെ സെക്കൻഡാണ് ഇരുന്നത്. നല്ല സെക്കൻഡ് സീറ്റിലാണ് ഇരുന്നത്. അപ്പോൾ അമ്മയാണ് ഇതെടുത്തത്. ഞാൻ ഏറ്റവും ലാസ്റ്റ് ഇട്ടിക്കുന്നതുകൊണ്ട് ഞാൻ ബാക്ക് ഡിക്കിയിലാണ് ഇരുന്നത്. അപ്പോൾ എനിക്ക് പറ്റൂല വീഡിയോ എടുക്കാൻ. അപ്പോൾ നമ്മളെത്തി കേട്ടോ. നമ്മൾ അവസാനം എത്തിക്കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും എവിടെയാണെന്ന്. ഓ സോറി, ഇപ്പൊ മനസ്സിലായിട്ടാണോ? കണ്ടോ എത്ര ആൾക്കാരാണ്. ഇതാണ് എൻ്റെ ഫാമിലി. ഇതാണ് എൻ്റെ ഫാമിലീസ് ബാംഗ്ലൂരിലുള്ള. ഇതാണ് ഞാൻ പോയപ്പോൾ ഇട്ടിരുന്നത്. പിന്നെ എല്ലാവരും അവിടെ ഡാൻസ് ആയിരുന്നു. പിന്നെ മനസ്സിലായില്ലേ, അവിടെ കുറേ പോസൊക്കെ നിന്ന ആൾക്കാരൊക്കെ ഇരുന്നു. ഇതെൻ്റെ ഒരു സ്മോൾ ഡ്രീമാണ് കേട്ടോ. ഇതൊരു സ്മോൾ ഡ്രീം. അവസാനം അവിടെ നിന്ന് നമ്മൾ ഇറങ്ങി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയേട്ടോ. അവിടെ പോയപ്പോഴേക്കും നമ്മൾ ഇത് കണ്ടു കേട്ടോ, പൂവൊക്കെ ഇട്ട് ചെയ്യുന്നത്. ഇത് വേറൊരു സ്ഥലമാണ്. ഇത് അവിടെയാണ് കേട്ടോ ശിവൻ്റെ ആടിയോഗ. അതാണ്. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് ഇഡലി, സാമ്പാർ, ചമ്മന്തി, പിന്നെ വട. പിന്നെ അവിടെ ഒരു ഗസ്റ്റിനെ കണ്ടു കേട്ടോ, ആ ഡോഗ്. പിന്നെ വേറൊരു സ്ഥലത്തും കൂടെ പോയി നമ്മൾ. ഇത് കാണാനല്ല ഞാൻ വന്നത്, വേറൊരു സ്പെഷ്യൽ കാണാനാണ് വന്നത്. എനിക്ക് ഈ തൂണ് കണ്ടപ്പോൾ മനസ്സിലായി ഇവിടെ ഇതുണ്ടെന്ന്. എന്തുണ്ടെന്ന് ഞാൻ പറഞ്ഞു തരാം.
ഞാൻ പറയണതിലൊക്കെ കുറച്ച് തെറ്റും ഇതൊക്കെ ഉണ്ട് കേട്ടോ. ഇത് കല്ല് വെച്ചിട്ടുള്ളതാ, കല്ല് വെച്ച് ഉണ്ടാക്കിയിട്ടുള്ളതാ ഇത് ഫുള്ള്. കണ്ടോ, ഫുള്ളും കല്ല് വെച്ചിട്ടുള്ളതാ. ഞാൻ കുറച്ച് സ്പീഡാക്കി, കാരണം അത് കുറേ ലോങ് ആയി പോവും. ഇതൊക്കെ കല്ല് വെച്ചുണ്ടാക്കിയത് കേട്ടോ. ഇനി ഇത് പൂജ വെച്ചതിൻ്റെ വെള്ളമൊക്കെയാണ്. പിന്നെ നല്ല വെയിലും ഉണ്ടായിരുന്നു കേട്ടോ. തിരിച്ച് വന്നപ്പോൾ നല്ല മഴയും. സാരം നമ്മൾ അകത്ത് കയറി. നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് എടുത്ത കേട്ടോ അവിടെ ഇരുന്ന്. ഇതും കുറച്ച് സ്പീഡാക്കി ഞാൻ. വേറൊരു ഫണ്ണി അവറും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇത് കാണാൻ ശരിക്കും വന്നത് ഈ തൂണ് കണ്ടപ്പോഴേ മനസ്സിലായി അതിവിടെ ഉണ്ട് കേട്ടോ. ഇത് പിന്നെ കുറേ വിഗ്രഹങ്ങൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ്. ഇത് പാടാട്ടോ, പണ്ട് ആൾക്കാരൊക്കെ ഇങ്ങനെ കളിക്കുക പൂജ ചെയ്യുകയൊക്കെ ചെയ്ത്. പിന്നെ അതിൻ്റെ അകത്ത് കോവിലാട്ടോ. പിന്നെ ഇതേപോലെ കല്ലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ തന്നെ ഫോട്ടോ എടുക്കാൻ പറഞ്ഞ് ഫോട്ടോ എടുപ്പിച്ചു. ഇത് കണ്ടോ, ഇതാണ് ഫണ്ണി അവേഴ്സ്. ഇനി തൊട്ട് ഫണ്ണി അവേഴ്സിലോട്ട് പോവാം. ഫണ്ണി ടൈമിലോട്ട് പോവാം. ഇതൊക്കെ ഞാൻ എടുത്തതാട്ടോ. ഇത് എൻ്റെ അനിയത്തി എടുത്തതാണ്. ഇത് ഇതൊക്കെ എൻ്റെ അനിയത്തി എടുത്തതാട്ടോ. എനിക്കിതിൽ കൂടുതലും കുഞ്ഞു ചെറുക്കനായിക്കാണ് ഇഷ്ടപ്പെട്ടത്. കുറേ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ തൂണ് ഹെയറിൽ നിൽക്കുന്നത്, എയറിൽ അവിടെ സ്റ്റക്കായി പോയി കേട്ടോ. അപ്പം മനസ്സിലായി കീറൂന്ന്. അതുകൊണ്ട് നമ്മൾ എടുത്ത കേട്ടോ. അത് കണ്ടോ അങ്ങറ്റത്ത്. എനിക്ക് തൂണൊക്കെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. കീറൂന്ന് മനസ്സിലായതുകൊണ്ട് നമ്മൾ എടുത്ത കേട്ടോ. മനിതനിൻ പയണത്തിൽ വിധിവഴി തുയരത്തിൽ തോന്നിടും കായങ്ങൾ. ഇത് ഞാൻ എടുത്തതാട്ടോ. നോക്കണം, നോക്കിക്കേ. ഇതെന്നെ അനീത്തിയാണ് എടുത്തത് കേട്ടോ. കുറേ ഉണ്ട്. നമ്മൾ ബാക്കിൽ, ഇത് കോലിൻ്റെ ബാക്കിലാണ്. അപ്പം ബാക്കിൽ കൂടെ വന്നപ്പോഴാണ് നമ്മൾ കണ്ടത് കുരങ്ങനെയാണ്. കണ്ട ഒരു കൊച്ചിനെ പിടിച്ച് നിൽക്കുന്നത്. ഇതിപ്പോൾ വന്ന് വീഴേണ്ട ഒരു ടൈമാണ് ഈ കുരങ്ങ്. നോക്കിക്കേ, എൻ്റെ അനിയത്തിൻ്റെ കൂടെ കളിക്കുന്നത്.
ഇത് കേറാൻ പറയുന്ന കേട്ടോ. ഈ കളിക്കുന്നത് നിങ്ങൾ കണ്ടോ? എൻ്റെ ഇടയിലൊരു കൊച്ചിരിക്കുന്നത്. ഇതെൻ്റെ അനീതി കേട്ടോ എടുത്തത്, അതുകൊണ്ട് ഇങ്ങനെയൊക്കെ പോകും. ഒരാള് റെസ്റ്റ് എടുക്കണ്. കുറെ ആൾക്കാർ റെസ്റ്റ് ആണ് എടുത്തത്. ഓക്കെ, എനിക്ക് കൂടുതലും വേറെയാണ് ഇഷ്ടപ്പെട്ടത്. അടുക്കൊരു കൊച്ചും അച്ഛനും അമ്മയും കൂടെ ഇത് കുഞ്ഞാട്ടോ കുരങ്ങന്റെ. അവസാനം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അധിക നേരം നിന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അത് ഇപ്പൊ വന്ന് വീഴൂത്, അതിന്റെ വീഡിയോ കേട്ടോ. അത് ഞാൻ ആഡ് ചെയ്തതാണ്. ഇത് പുളിമരം കേട്ടോ. അവസാനം നമ്മൾ ജ്യൂസൊക്കെ കുടിച്ചിട്ട് ഇറങ്ങി. അപ്പോഴേ തന്നെ എനിക്ക് ഡാൻസ് കളിക്കാൻ തുടങ്ങി. വീട്ടിൽ വന്നിട്ട് ഡാൻസും കളിച്ചു കേട്ടോ. ഒന്ന് ഈവനിങ് തന്നെ. എനിക്ക് 3 ദിവസം വീഡിയോ ഇടാൻ പറ്റില്ല. ആ ഷോർട്ട് പാൻറ് ഇട്ടിരിക്കുന്ന എൻ്റെ അനീതി ലേയും ഫുൾ പാൻറ് ഇട്ടിരിക്കുന്നത് എൻ്റെ അനീതി ദിയയും ആണ് കേട്ടോ. ഇതാണ് ഞാൻ ബാംഗ്ലൂരിലുള്ള അനീത്തിമാർ. ഇനി കുറേ അനീത്തിമാരുണ്ട്, ഞാൻ കാണിച്ചു തരാം. അവളാണ് കേട്ടോ പറഞ്ഞത് ഡാൻസ് കളിക്കാൻ. അപ്പോൾ ഗൈസ് എൻഡുമായി ദ എൻഡ്. അപ്പോൾ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്കും കൂടെ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.